പക്ഷെ വർഷങ്ങൾക്ക് മുമ്പേ ഞങ്ങൾ പറയുണ്ടായി, ഇന്ത്യ രാജ്യത്ത് കോൺഗ്രസിന് ഒരുപാട് ദുർബലതകളുണ്ട്. പക്ഷെ ഈ ദുർബലതകളുടെ പേരിൽ ഈ കോൺഗ്രസിനെ നശിപ്പിച്ചു കഴിഞ്ഞാൽ ഈ രാജ്യത്ത് വരാനുള്ളത് പിശാചുക്കളാണെന്ന് ഞങ്ങൾ എല്ലായിടത്തും പറഞ്ഞിരുന്നു. തൊണ്ട പൊട്ടുമാറ് പ്രസംഗിച്ചിട്ടുണ്ട് ഞങ്ങളൊക്കെ എത്രയോ കാലം. ഇപ്പൊ നോക്കൂ നിങ്ങൾ, ഈ രാജ്യത്ത് കോൺഗ്രസ് നശിക്കട്ടെ നശിക്കട്ടെ എന്ന് പറഞ്ഞു നടന്ന ആളുകൾക്ക് ഇനി കോൺഗ്രസിനെ പഴയ മാതിരി ആക്കാൻ കഴിയോ? ഇപ്പൊ കോൺഗ്രസ് വന്നെങ്കിൽ എന്ന് പലരും ആഗ്രഹിക്കുന്നു. രാഹുൽ ഗാന്ധിക്ക് നേരെ, ആ കുട്ടിക്ക് നേരെ അപരനെ നിർത്തിയവരാണ് ഈ രാജ്യത്ത് ജനാധിപത്യത്തിന്റെ മേലെ ഫാസിസത്തിന് കടന്നു വരാനുള്ള വഴിമുടക്കികളായി നിന്നത്. അല്ല എന്ന് പറയാൻ പറ്റുമാർക്കെങ്കിലും? ഇന്ത്യ രാജ്യം, ഈ മോഡി എന്ന ഈ രാജ്യത്തിന്റെ ഏറ്റവും വലിയ പിശാചിന് തുല്യമായി ഈ രാജ്യത്തെ ജനങ്ങളെ മുഴുവൻ അപരന്മാരാക്കുന്ന ഈ സർക്കാർ വീണ്ടും വരാൻ പോകുമ്പോൾ അതിനെ പ്രതിരോധിക്കാൻ രാജ്യം സാഗൂതം കാത്തുനിന്ന ഉറ്റുനോക്കിയ ഒരു കുട്ടിയായിരുന്നു രാഹുൽ, അല്ലേ? ആ രാഹുലിനെതിരെ അപരനെ പത്തനംതിട്ടയിൽ നിന്ന് ഒരു അപരനെ കൊണ്ടുപോയി നിർത്തിയ പാർട്ടിയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി. മനസ്സിലാക്കണങ്ങൾ. അതോ അപരനായി നിൽക്കപ്പെട്ട ആൾക്ക് ഈ പേര് കിട്ടിയത് എങ്ങനെ അറിയുന്നത്? ഇരട്ടക്കുട്ടികൾ ഉണ്ടായതാണ്. ഒരു കോൺഗ്രസുകാരൻ ആ തന്റെ 2 മക്കൾക്ക് കോൺഗ്രസിനോടും ഗാന്ധി കുടുംബത്തിനോടും രാജീവ് ഗാന്ധിയുടെ കുടുംബത്തിനോടുള്ള സ്നേഹം മുഹബത്ത് കൊണ്ട് ഒരു മോന് രാഹുലിനിട്ട്, ഒരു മോക്ക് പ്രിയങ്ക എന്നിട്ട്. അക്കുട്ടിനെയാണ് കമ്മ്യൂണിസ്റ്റുകാർ റാഞ്ചിയത്. എന്തിന്? ആ രാഹുലിനെതിരെ എന്ത് ചെയ്യാൻ? അപരനെ നിർത്താൻ. ഫാസിസത്തിന് ഇവർ ചെയ്യുന്ന ഏറ്റവും വലിയ ഇവരെ മഹത്തായ സംഭാവനകളാണിത്. ഇപ്പോഴും പറയണം, ഇപ്പോഴും ഒളിയമ്പുകൾ അതാണല്ലോ. കോൺഗ്രസ് ഇനിയും അതിനെ കുത്താൻ ബാക്കിയില്ല. കോൺഗ്രസ് രാജ്യത്താകെ എന്തായി തകർക്കുന്നതിൽ നിങ്ങൾ കൂട്ടിയേർന്നു. പക്ഷേ നിങ്ങളും തകർന്നുപോയി, അല്ലേ? അത് EMS വിലപിച്ചില്ല. EMS പറഞ്ഞു, നാം കോൺഗ്രസിനെ തകർക്കാൻ ജനങ്ങളോട് പറഞ്ഞു, ജനങ്ങൾ അത് കേട്ടു. പക്ഷേ പകരം അവർ നമ്മെ ശക്തിപ്പെടുത്തിയില്ല. ആരെ പോയി ശക്തിപ്പെടുത്തി? BJP-നെ പോയി ശക്തിപ്പെടുത്തി. നിങ്ങൾ ആലോചിച്ചു അതിന്റെ ക്രൂരത. 1985 കാലഘട്ടത്തിൽ അനാവശ്യമായി ഇന്ത്യ രാജ്യത്ത് BJP-ക്ക് ഈ മണ്ണിലേക്ക് വരാനുള്ള വഴി ഒരുക്കിയത് കമ്മ്യൂണിസ്റ്റുകാരാണ്. അത് പറക്കണം നിങ്ങൾ. ഇന്ത്യ രാജ്യത്ത് ഗാന്ധിജിയെ കൊന്നതിന് ശേഷം പുറത്തിറങ്ങാൻ കഴിയാതെ മാളത്തിൽ ഒളിച്ചിരിക്കുകയായിരുന്നു RSSകാർ, അല്ലേ? RSSനെ നിരോധിക്കപ്പെട്ടു. പിന്നീട് രാഷ്ട്രീയ സാമൂഹ്യ പ്രവർത്തനം ഞങ്ങൾ നടത്തില്ല, ഞങ്ങൾ വെറും കാരുണ്യ പ്രവർത്തനങ്ങൾ മാത്രമേ നടത്തുള്ളൂ എന്ന് പറഞ്ഞ് ക്ഷമാപണം എഴുതി കൊടുത്തിട്ടാണ് RSSന്റെ നിരോധനത്തെ പിൻവലിച്ചു കിട്ടിയപ്പോൾ ജനസംഘം എന്ന ഒരു പൊളിറ്റിക്കൽ വേർഷൻ ഉണ്ടാക്കി RSS വേറെ കൊലത്ത് വന്നു. പക്ഷെ ജനസംഘവും ക്ലിക്കായില്ല. 2 നേതാക്കൾ മാത്രം ഗോളിയോർന്നും ഗാന്ധിനഗറിനും ജയിച്ചു വന്നു. ഒന്ന് അഡ്വാനിയും ഒന്ന് വാജ്പേയിയും. ഇത് രണ്ടുമല്ലാത്ത മൂന്നാമതൊരുത്തരെ ഇന്ത്യൻ ജനത ജയിപ്പിച്ചില്ല, ജനസംഘത്തിനെയും സ്വീകരിച്ചില്ല. അങ്ങനെ നിൽക്കുന്ന സന്ദർഭത്തിലാണ് 1985 കാലഘട്ടത്തിൽ ഷാബാനു കേസ് വരുന്നത്. ഈ ഷാബാനു കേസ് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഉണ്ടാക്കിയ മാറ്റം ചെലുത്തല്ല. അതിൽ ഏറ്റവും വലിയ പ്രതിസ്ഥാനത്ത് നിൽക്കുന്ന കമ്മ്യൂണിസ്റ്റുകാരാണ്. ഇന്നും കള്ളത്തരം പ്രസംഗിച്ചുകൊണ്ടിരിക്കുകയാണ് ഷാബാനു കേസിനെ കുറിച്ച് അവർ. രാജീവ് ഗാന്ധി ഇതുപോലെ സുപ്രീം കോടതി വിധിയെ അട്ടിമറിച്ച് നിയമമുണ്ടാക്കി എന്ന് രാജീവ് ഗാന്ധിക്കെതിരെ മരണപ്പെട്ടിട്ടും ഇപ്പോഴും കമ്മ്യൂണിസ്റ്റുകാർ ആക്ഷേപം ഉന്നയിച്ച് കിടക്കുക. ഷാബാനു കേസ് വിധി എന്താണ്? ഷാബാനു കേസ് വിധിയെ ഇന്ത്യയിലെ മുസ്ലിങ്ങൾ എതിർത്തിട്ടില്ല. കമ്മ്യൂണിസ്റ്റുകാർ പച്ചക്കള്ളം പറയുകയാണ്. ഷാബാനു കേസ് വിധിയിലെ ഒരു പരാമർശത്തെയാണ് മുസ്ലിം സംഘടനകളും മുസ്ലിം ലീഗും എതിർത്തത്. പരിശുദ്ധ ഖുർആനിലെ ഒരു വാക്യത്തിന് ലോകത്തിലെ ഖുർആൻ വിവർത്തനം ചെയ്ത പരിഭാഷകന്മാർ ആരും കൊടുക്കാത്തൊരു വ്യാഖ്യാനം YB ചന്ദ്രചൂഡ് എന്ന ജഡ്ജി കൊടുത്തു. ആരാ YB ചന്ദ്രചൂഡ്? ഇന്ന് ബാബരി മസ്ജിദ് കേസിന്റെ വിധി പറഞ്ഞ 5 അംഗ ബെഞ്ചിലുണ്ടായ ചന്ദ്രചൂഡിന്റെ അച്ഛൻ ചൂടാണ് ഈ YB ചന്ദ്രചൂഡ്. അയാൾ തന്റെ വിധിക്ക് ബലം കൂട്ടാൻ വിശുദ്ധ ഖുർആനിലെ മത്താ എന്നൊരു വാക്യത്തിന് ലോകത്തിലെ ഖുർആൻ വിവർത്തകർ ആരും കൊടുക്കാത്ത വ്യാഖ്യാനം കൊടുത്തു. അത് പാർലമെന്റിൽ മുസ്ലിം ലീഗ് ചോദ്യം ചെയ്തു. ഒരു വേദഗ്രന്ഥത്തിന്റെ ഒരു വാക്യവും ദുർവ്യാഖ്യാനം ചെയ്യാനുള്ള അധികാരം ഇന്ത്യൻ ഭരണഘടന ജുഡീഷ്യറിക്ക് കൊടുത്തിട്ടില്ല. ഇത് ഭരണഘടനയെ അവഹേളിക്കലാണ്. ഇന്നത് തിരുത്തിയില്ലെങ്കിൽ നാളെ അടുത്ത സൂറത്ത് തന്നെ ഓരെന്ത് ചെയ്യും? വേറെ വ്യാഖ്യാനിക്കാൻ തുടങ്ങും. ഇന്ന് ഖുർആനാണെങ്കിൽ നാളെ മഹാഭാരതത്തിനെതിരെ വരും, മറ്റന്നാൾ ബൈബിളിലേക്ക് കാലെടുത്ത് വെക്കും. ഇത് നല്ലൊരു പ്രവണതയല്ല. അതുകൊണ്ട് തന്റെ വിധിക്ക് ബലം കൂട്ടാൻ വിശുദ്ധ വേദങ്ങളിലെ വാക്യങ്ങൾ അതിനെ തെറ്റായ രീതിയിൽ ദുർവ്യാഖ്യാനിക്കുന്ന ഈ ജഡ്ജിയുടെ നടപടിയെ ഈ പാർലമെന്റ് എന്ത് ചെയ്യണം? സെൻഷർ ചെയ്യണം ആ ജഡ്ജിയെ. അതാണ് പറഞ്ഞത്. സുപ്രീം കോടതി ജഡ്ജിയെ സെൻഷർ ചെയ്യണമെന്ന് മുസ്ലിം ലീഗ് പറഞ്ഞു. ഉടനെ തന്നെ ഗവൺമെന്റ് പറഞ്ഞു,
നിയമമന്ത്രാലയം അത് ആലോചിച്ച് വേണ്ടത് ചെയ്യും. വിഷയോട് തീർന്നു. പക്ഷേ വിളിക്കാത്ത സദ്യക്ക് ഇലയിട്ടെന്ന് മാത്രമല്ല, അടുത്തുള്ളവന്റെ പപ്പടവും കെട്ടു എന്ന ചൊല്ലുപോലെ EMS നമ്പൂതിരിപ്പാട് അതിൽ ചാടി വീണു. ഇസ്ലാമിക ശരീഅത്ത് ചർച്ച ചെയ്യണമെന്ന് പറഞ്ഞു അയാൾ. പുരുഷന് ഇഷ്ടം പോലെ പെണ്ണ് കെട്ടി ആവശ്യം കഴിഞ്ഞ് വൈക്കാൽ ചണ്ടി പോലെ വലിച്ചെറിയാൻ പുരുഷന് അമിതാധാരം കൊടുക്കുന്ന, അധികാരം കൊടുക്കുന്ന പഴഞ്ചൻ കാടൻ സമ്പ്രദായമാണ് ശരീഅത്ത് എന്ന വ്യാഖ്യാനവുമായി EMS എത്തി. രാജ്യം മുഴുവൻ ശരീഅത്ത് ചർച്ച ചെയ്യണമെന്ന് അയാൾ പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു, 1400 വർഷം പഴക്കമുള്ള ഈ കാടൻ നിയമം ഇപ്പോഴും ഇന്ത്യ നെഞ്ചത്ത് വെച്ച് ജീവിക്കണമെന്നാണ് സുലൈമാൻ സേട്ടുവും സംഘവും ആഗ്രഹിക്കുന്നതെങ്കിൽ അത് ഇന്ത്യയിൽ നടക്കൂല. അത്തരക്കാർക്ക് പാകിസ്ഥാനിലേക്ക് പോകാമെന്ന് ആദ്യം നമുക്ക് അങ്ങോട്ടേക്ക് വഴി കാണിച്ചെന്ന് വരാം. അത് മനസ്സിലാക്കണം. ഇപ്പൊ അത് മോഡിന്റെ കയ്യിലാണ്, ആ മുദ്രാവാക്യം അമിത്ഷാന്റെ കയ്യിലാണ്. അന്ന് മറക്കില്ല. ഇന്നിപ്പോ കേരള ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനുമായിട്ട് നല്ല ഫൈറ്റാണ്. കാലം കരുതി വെച്ച ഒരു ഫൈറ്റാണത്. അത് ഉണ്ടാകണം. ഇന്നല്ലെങ്കിൽ നാളെ ഈ ആരിഫ് മുഹമ്മദ് ഖാനെ നിങ്ങൾ മറന്നിട്ടുണ്ടാവും, നമ്മൾ മറന്നിട്ടില്ല. എന്തിനാ ആരിഫ് മുഹമ്മദ് ഖാൻ കോൺഗ്രസ് എന്ന് പോകുന്നത്? എന്തിനാ പോകുന്നത്? ഇന്നും പറയണ്ടല്ലോ, കേന്ദ്ര പാർലമെന്റ് ഉണ്ടാക്കിയ നിയമത്തിനെതിരെ ആരാണ് ശബ്ദിക്കുക? എനിക്കൊന്ന് കാണണം. ഇയാൾ പറയാ, രാജീവ് ഗാന്ധി ഇന്ത്യൻ പാർലമെന്റിൽ ഉണ്ടാക്കിയ മുസ്ലിം വുമൺ പ്രൊട്ടക്ഷൻ ആക്ട് ബില്ല്, പാർലമെന്റിൽ പാസാക്കിയ ബില്ല്, ആ ബില്ല് പാർലമെന്റിൽ പാസാക്കിയാൽ പ്രതിഷേധിച്ച് കോൺഗ്രസ് വിട്ട വില്ലാളി വീരനാണ് ഈ ആരിഫ് മുഹമ്മദ് ഖാൻ. മനസ്സിലാക്കണം നിങ്ങൾ. പാർലമെന്റ് പാസാക്കിയ നിയമത്തെ എതിർക്കാൻ പാടില്ല. ആദ്യം എതിർത്തവൻ ഇയാളാണ്, രാജീവ് ഗാന്ധിന്റെ കാലത്ത്. എന്നിട്ട് പുയാപ്പള്ള കൊണ്ടുപോകുന്ന കമ്മ്യൂണിസ്റ്റുകാർ ഈ ആരിഫ് മുഹമ്മദ് ഖാനെ കോഴിക്കോട്ട് കൊണ്ടുവന്നു. കോഴിക്കോട്ട് ശരീഅത്ത് വിരുദ്ധ സമ്മേളനം നടത്തി. ആ ശരീഅത്ത് വിരുദ്ധ സമ്മേളനത്തിലെ അതിഥി ആരിഫ് മുഹമ്മദ് ഖാനാണ്. രാജീവ് ഗാന്ധി ഗവൺമെന്റിലെ സഹമന്ത്രിയായിരുന്ന ഈ ആരിഫ് മുഹമ്മദ് ഖാനെ കൊണ്ടുവന്നു. കൂടെ TK ഹംസ തുടങ്ങിയിട്ടുള്ള എല്ലാ വക്ക് പൊട്ടിയ കണ പൊട്ടിയ സാധനങ്ങളും ഒരുമിച്ചായിരുന്നു വേദിയിൽ, കോഴിക്കോട് മുതലക്കുളത്ത്. അവിടെ വെച്ച EMSന്റെ പ്രസംഗം ഇപ്പോഴും ദേശാഭിമാനി ഡിജിറ്റൽ ചെയ്ത പത്രമാണ്. 985-86 കാലഘട്ടത്തിലെ ദേശാഭിമാനി പത്രത്തിന്റെ കോപ്പികൾ ഓൺലൈനിൽ ഇപ്പോഴും നമ്മളെ കുട്ടികൾ വിചാരിച്ചാൽ കിട്ടും. ആൻഡ്രോയിഡ് ഫോണുള്ള കുട്ടികൾ അതിൽ അടിച്ചാൽ മതി. അതിൽ EMSന്റെ വലിയ തലക്കെട്ട് കാണും. എന്താ EMS പറഞ്ഞതറിയോ? മുതലക്കുളം മൈതാനിൽ കൂടിയ ജനങ്ങളോട് EMS ചോദിച്ച ചോദ്യമുണ്ട്. അതായത് ഈ 1400 വർഷം പഴക്കമുള്ള ഈ കാടൻ നിയമമായ ശരീഅത്ത് ഈ 20-ാം നൂറ്റാണ്ടിലും മുറുകെ പിടിക്കണമെന്ന് ഏതെങ്കിലും അള്ളാഹ് പറഞ്ഞാൽ ആ അള്ളാഹയെ നിങ്ങൾക്ക് വേണമെന്ന് ചോദിച്ചു. മുതലക്കുളത്ത് കൂടിയ സഖാക്കന്മാർ മുഴുവൻ പറഞ്ഞു വേണ്ടാന്ന്. ഇത് ദേശാഭിമാനിന്റെ ഓൺലൈൻ എഡിഷൻ പരിശോധിച്ചാൽ മനസ്സിലാവും. 85-86 കളവറിയല്ലേ ഞാൻ. മുഴുവൻ മുസ്ലിങ്ങളിലെ പെണ്ണുകെട്ടിനെ ഇതിവൃത്തമാക്കിക്കൊണ്ട് നാടകങ്ങൾ. കോഴിക്കോട്ടെ സ്റ്റേജ് ഇന്ത്യ, ചിരന്തന തിയേറ്റേഴ്സ്, ഇബ്രാഹിം വേങ്ങര, KT മുഹമ്മദ്, സഫ്തർ ഹാഷ്മി, ഡൽഹിയിൽ തെരുവ് നാടകങ്ങൾ. എന്താ ചെയ്തത്? നമ്മൾ ആവശ്യപ്പെട്ടത് വിവാഹമുക്തിയായ ഒരു മുസ്ലിം സ്ത്രീക്ക് ഇസ്ലാം അനുവദിച്ച ഒരു മോചനദ്രവ്യമുണ്ട്. ആ മോചനദ്രവ്യം ഇന്ത്യ രാജ്യത്തിലെ കോടതികളിൽ നിന്ന് കിട്ടുന്നില്ല. 1937 ശരീഅത്ത് അപ്ലിക്കേഷൻ ആക്ട് പ്രകാരം വിവാഹമോചനമടക്കമുള്ള വിഷയങ്ങളിൽ ഇസ്ലാമിക ശരീഅത്തിന് അനുസൃതമായി വിധിക്കണമെന്നാണ് കോടതിക്കുള്ള നിർദ്ദേശം. പക്ഷേ കോടതികൾക്ക് റഫർ ചെയ്യാൻ പറ്റുന്ന ഒരു മുസ്ലിങ്ങളിലെ എല്ലാ വിഭാഗങ്ങളും അംഗീകരിക്കുന്ന ഒരു ശരീഅത്ത് കോടതിക്ക് റഫർ ചെയ്യാനില്ല. അതിന്റെ അവ്യക്തത കൊണ്ട് കോടതിയിൽ നിന്ന് തലിമാലുമില്ലാത്ത വിധി വരുന്നു. അപ്പോൾ മുസ്ലിം സ്ത്രീകൾക്ക് ഇസ്ലാം അനുവദിച്ചൊരു മോചനദ്രവ്യമുണ്ട്, അതുപോലും കിട്ടാത്തതിന് കാരണം ശക്തമായ നിയമത്തിന്റെ അഭാവമാണ്. അതുകൊണ്ട് മുസ്ലിം ലീഗ് നേതാവ് ഗുലാം മഹ്മൂദ് ബനാത്വാല സാഹിബ് ഒരു പ്രൈവറ്റ് ബില്ല് അവതരിപ്പിച്ചു. ആ ബില്ലാണ് മുസ്ലിം വുമൺ പ്രൊട്ടക്ഷൻ ആക്ട് ബില്ല്. ആ ബില്ല് നിയമമാക്കണമെന്ന് ഇന്ത്യ രാജ്യത്തിലെ മുസ്ലിങ്ങൾ ഒന്നിച്ച് ഒറ്റക്കെട്ടായി 500-ലധികം വരുന്ന മുസ്ലിം സംഘടനകൾ, സുന്നി ഷിയ യാതൊരു വകതിരിവില്ലാതെ എല്ലാ മുസ്ലിങ്ങളും ഒരുമിച്ച് രാജീവ് ഗാന്ധിയോട് ആവശ്യപ്പെട്ടു. ഇത് വേറെ ഹിന്ദുക്കൾക്കെതിരെയുള്ള നിയമമല്ല. ഇസ്ലാമിക ശരീഅത്ത് മുസ്ലിം വിവാഹമുക്തക്ക് അനുവദിച്ച വിവാഹമോചന ദ്രവ്യമുണ്ട്. അത് കൊടുക്കാനുള്ളൊരു നിയമമാണ്. വേറെ ആരെയും അപകീർത്തി. അത് ഷാബാന് ബീഗം കേസിന് അട്ടിമറിക്കാൻ നിയമം ഉണ്ടാക്കി ഇപ്പോഴും പ്രസംഗിച്ചടക്കവര്.
മാത്രമല്ല ആ നിയമത്തിൽ ഇപ്പോൾ ഓൺലൈനിൽ പ്രസംഗമുണ്ട്, രവീന്ദ്ര മാഷൊക്കെ പ്രസംഗം, 3 മാസത്തെ യുദ്ധ കാലയളവ് മാത്രമാക്കി ചെലവിന് കൊടുത്താൽ മതി എന്ന് രാജീവ് ഗാന്ധി നിയമമുണ്ടാക്കിയത്. 3 മാസത്തെ യുദ്ധ കാലയളവിൽ മാത്രമേ പെണ്ണിന് എന്ത് ചെയ്താൽ മതി, ചെലവിന് കൊടുത്താൽ മതി, വേറെ 10 പൈസ ചെലവിന് കൊടുക്കണ്ട എന്ന വിധിയാണ് ശാബാനുബീഗത്തിന് ചെലവിന് കൊടുത്ത വിധിയെ ദുർബലമാക്കാൻ രാജീവ് ഗാന്ധി കൊണ്ടുവന്നുള്ള ആരോപണം ഇപ്പോഴും ഇവരത് പ്രസംഗിച്ചു കൊടുക്കുകയാണ്. എന്താണ് ബനാത്ത് കൊണ്ടുവന്ന ബില്ലെന്ന് പറയുന്നത്? ആ ബില്ല് പ്രകാരം ഒരു പുരുഷന്റെ സ്വത്തിൽ നിന്നും വിവാഹ മുക്തയാകുന്ന പെണ്ണിന് എത്ര ശതമാനമാണ് അർഹത അത് ഒറ്റയടിക്ക് കൊടുക്കണമെന്നാണ്. 1 കോടി റുപ്യന്റെ സ്വത്തുണ്ടെങ്കിൽ 10% ആ പെണ്ണിന്റെ അർഹതയെങ്കിൽ 10 ലക്ഷം ഒറ്റയടിക്ക് കൊടുക്കണം. വിവാഹമോചിതയായ ഒരു സ്ത്രീ ആ പഴയ പുയാപ്പിൽ നിന്നും മാസം 250 റുപ്യ പോസ്റ്റ് ഓഫീസിലും ബാങ്കിലും പോയി എരന്ന് വാങ്ങുന്നത് ഇസ്ലാമിക വിധി പ്രകാരം ശരിയല്ലെന്ന് ബനാത്ത് വാദിച്ചു. കാരണം അത് അന്യപുരുഷനാ, മൊഴി എല്ലിക്കഴിഞ്ഞാൽ അന്യപുരുഷന്റെ കയ്യിൽ നിന്നും ഒരു പൊരുത്തപ്പെടാത്ത മുതൽ വാങ്ങിത്തന്നാൻ പാടില്ല. ഈ സ്ത്രീ യാചകയല്ല. വിവാഹമുക്തയാവുന്ന സ്ത്രീക്ക് ഇസ്ലാം അനുവദിച്ചിട്ടുണ്ട് ആ പുരുഷന്റെ സ്വത്തിൽ ഇത്ര ശതമാനം, അത് ഒറ്റയടിക്ക് കൺസോളിഡേറ്റ് ആയി കൊടുത്തോളം നടത്തി. അതാണ് രാംപുരിയാനി എഴുതിയത്. രാജീവ് ഗാന്ധി കൊണ്ടുവന്ന ഈ മുസ്ലിം വുമൺ പ്രൊട്ടക്ഷൻ ആക്ട് ബില്ല് കൊണ്ട് മുസ്ലിം സമുദായത്തിലെ വിവാഹ മോചനത്തിന്റെ അളവ് 62% കുറഞ്ഞു. കാരണം വെറുതെ ദേഷ്യം പിടിച്ചിട്ട് 3 തൊപ്പും തുപ്പി മൊയ്യെല്ലാൻ പറ്റൂല, സംഖ്യ കൊടുക്കേണ്ടി വരും. ആ നിയമം രാജീവ് ഗാന്ധി ഇന്ത്യ രാജ്യത്തിലെ മുസ്ലിങ്ങളുടെ ആവശ്യം എന്നതിലേക്ക് കൺസിഡർ ചെയ്തു. അതിന്റെ പേരിൽ രാജീവ് ഗാന്ധിയെ രാജ്യമാസകലം കമ്മ്യൂണിസ്റ്റുകാരും പരിഹസിച്ചു, ആക്ഷേപിച്ചു. മുസ്ലിം വിഘടനവാദികൾക്ക് കീഴടങ്ങി, മുസ്ലിം മതമൗലികവാദികൾക്ക് കീഴടങ്ങി എന്ന് പറഞ്ഞ് രാജീവ് ഗാന്ധിക്കും കോൺഗ്രസിനുമെതിരെ മുസ്ലിം പ്രീണന പാർട്ടിയാണെന്നുള്ള ആക്ഷേപം രാജ്യം മുഴുവൻ കൊണ്ടുവന്നു. അപ്പോഴാണ് ഈ 2 അക്കത്തിൽ കുറെ കാലങ്ങളായി ഷട്ടിൽ സർവീസ് നടത്തിക്കൊണ്ടിരിക്കുന്ന ബിജെപിക്കാരെന്താ, നമുക്ക് ഇറങ്ങിക്കളിക്കാൻ സമയമായി, അവരും കൂടെ കൂടി രാജീവ് ഗാന്ധിയുടെ മുസ്ലിം പ്രീണനത്തിന് നേരെ കൽക്കത്തയിൽ CPM റാലി നടത്തുമ്പോൾ ഗോളിയറിൽ വാജ്പേയി റാലി നടത്തുകയാണ്. അങ്ങനെ കോൺഗ്രസിന്റെ മുസ്ലിം പ്രീണനത്തിന് നേരെ എന്ന ആക്ഷേപം വെച്ച് ഒരു ഭാഗത്ത് CPMന്റെ റാലി, മറുഭാഗത്ത് BJPന്റെ റാലി നടത്തി വരുന്ന സമയത്ത് രാജീവ് ഗാന്ധിയുടെ കൂടത്തുനിന്നും VP സിംഗ് പുറത്തു ചാടുന്നു. വലതുഭാഗത്ത് അരുൺ നെഹ്റു, ഇടതുഭാഗത്ത് മുസ്ലിങ്ങൾക്ക് വേണ്ടി നിയമനിർമ്മാണം ഉണ്ടാക്കി എന്ന് ആക്ഷേപിച്ചുകൊണ്ട് ആരിഫ് മുഹമ്മദ് ഖാനും ഇറങ്ങി വന്നു. ഇടത്ത് ആരിഫ് മുഹമ്മദ് ഖാൻ, വലത്ത് അരുൺ നെഹ്റു, നടുക്ക് VP സിംഗ് ജനം മോർച്ചയുണ്ടാക്കി. പിന്നെന്താ സംഭവിക്കുന്നത്? BJPക്കും ഇടതുപക്ഷത്തിനും ഇടയിലേക്ക് ആര് കയറി നിന്നു? VP സിംഗും ഈ ജനമോർച്ചയും കയറി നിന്നു. വലതുഭാഗത്ത് തോളിൽ കൈയിട്ട് വാജ്പേയിനെ കൂട്ടി, ഇടതുഭാഗത്ത് തോളിട്ട് EMS നമ്പൂതിരിപ്പാടിനെ കൂട്ടി. എന്നിട്ട് കോൺഗ്രസ് വിരുദ്ധ സർക്കാർ ഉണ്ടാക്കി. VP സിംഗ് പ്രധാനമന്ത്രി. ഇതൊക്കെ മറക്കണോ? അവിടുന്ന് തുടങ്ങുന്ന ഒരു കഥയാണിത്. അതുവരെ 2 എണ്ണത്തിൽ മാത്രം നിന്നിരുന്ന BJP VP സിംഗിന്റെ തോളിൽ കൈവച്ചു. അപ്പുറത്തെ ഇടതുപക്ഷവും ഇതുണ്ടാക്കിയ രാഷ്ട്രീയം 2ൽ നിന്ന് 50ലേക്ക് BJP അടുത്ത തെരഞ്ഞെടുപ്പിൽ വളർന്നു. അതിന്റെ അടുത്ത തെരഞ്ഞെടുപ്പിൽ 100ലേക്ക് എത്തി. പിടിച്ചാൻ കിട്ടാത്ത ശക്തിയായി മാറി. ഇന്ന് ഇന്ത്യയെ വിഴുങ്ങുന്ന സംഹാര പൈശാചിക ശക്തിയായി അവർ മാറി. എല്ലായിടത്തും അവർക്ക് ഭൂരിപക്ഷമായി. അവരുടെ 939 അജണ്ടകൾ, 925 അജണ്ടകൾ, ഗോൾവാൾക്കറുടെ സിദ്ധാന്തങ്ങൾ, സവർക്കറുടെ സിദ്ധാന്തങ്ങൾ ഓരോന്ന് നടപ്പാക്കുന്നു. നിശ്ചേഷ്ടമായി നോക്കി നിൽക്കില്ലാതെ എന്താ നമ്മുടെ മുമ്പിലുള്ള മാർഗം? നമ്മൾ കാലേ കൂട്ടി സത്യം പറഞ്ഞു എന്നതാണ് നമുക്കെതിരെയുള്ള ആക്ഷേപം. മുസ്ലിം ലീഗുകാരും വിവരമില്ലാത്തവരില്ലേ? ഇനി എന്ത് ചെയ്യാൻ സാധിക്കും നിങ്ങൾക്ക്? ഇത്ര പ്രക്ഷുബ്ധമായ അവസ്ഥയാണ് നമ്മുടെ നാട്ടിൽ നിലനിൽക്കുന്നത്. ഇപ്പോഴും ഇവിടെ വമ്പിച്ച സമരങ്ങൾ നടക്കുന്നുണ്ട്. സമരത്തിലൊക്കെ എല്ലാവരും ഉണ്ട്. പോത്തറച്ചിന്റെ പേരും പറഞ്ഞ് നിങ്ങൾ മുസ്ലിങ്ങളെ കൊണ്ടുപോയി. ഇനി NRCന്റെ പേര് പറഞ്ഞ് ഈ ന്യൂനപക്ഷങ്ങളുടെ വോട്ട് തട്ടാൻ വേണ്ടിയിട്ടാണ് ഈ കയറി നിൽക്കുന്നത്. അതാണ് നിങ്ങൾ പഠിക്കുക. ഇതിന്റെ ഇടയിൽ നടക്കുന്നത് രാഷ്ട്രീയവൽക്കരണമാണ്. ഈ സമ്മേളനത്തിലൊക്കെ കോൺഗ്രസിനെയാണ് ഇങ്ങനെ കുത്തുന്നത്. ഇനി അവശേഷിക്കുന്ന കോൺഗ്രസ് ഉണ്ടല്ലോ, അതും കൂടി ഈ രാജ്യത്ത് തകർന്നു കിട്ടണം. ഒരു 5-8 സ്റ്റേറ്റ് കൂടി കോൺഗ്രസിന്റെ കയ്യിലുണ്ട്. പതുക്കെ പതുക്കെ കോൺഗ്രസ് രാജ്യത്ത് വളരുകയാണ്. കാരണം മോഡി ഭരണത്തിലെ അസംതൃപ്തിയുള്ള ജനങ്ങളൊക്കെ ഇന്നല്ലെങ്കിൽ നാളെ കോൺഗ്രസിനെ ശരണം പ്രാപിക്കും. ആ ഘട്ടത്തിലും ഇപ്പോഴും എന്താണ്, കോൺഗ്രസിന്റെ സഹായത്താൽ തങ്ങളുടെ നേതാവായ സീതാറാം യെച്ചൂരി എന്നൊരു മനുഷ്യന്
രാജ്യസഭയിലേക്ക് എത്തിക്കാൻ വേണ്ടി ഞങ്ങൾ സഹായിക്കാന്ന് പറഞ്ഞപ്പോൾ നിങ്ങളെ സഹായം വേണ്ട, സീതാറാം യെച്ചൂരി അങ്ങനെ രാജ്യസഭയിൽ എത്തണ്ടെന്ന് പറഞ്ഞു. ഈ ഫാസിസത്തിനെതിരെ ഈ രാജ്യത്തിന്റെ ജനാധിപത്യ വേദികളിൽ പോരാടാൻ അവരുടെ പാർട്ടിയുടെ നേതാവിനെ സഹായിക്കാന്ന് പറഞ്ഞിട്ട് പോലും നിന്റെ സഹായം വേണ്ട കോൺഗ്രസ് എന്ന് പറഞ്ഞിട്ട് ഇവർ ഒറ്റക്ക് നടക്കുക. ഇതെവിടെ എത്തും? ഇപ്പം പൗരത്വത്തിന്റെ പേരിൽ മാത്രം ഒരുമിച്ചാ പോരാ. രാഷ്ട്രീയപരമായുള്ള ഭിന്നത കൊണ്ടാണ് ഈ BJP എത്തിയത്. 30-31% വോട്ടുള്ളവർ ഭരിക്കുന്നു. 70% വോട്ട് ഇവർക്കെതിരാണ്. ഈ 70% ഭിന്നിക്കുന്നതാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ ശാപം. പൗരത്വ സംരക്ഷണത്തിന് ഒരുമിച്ച് നിൽക്കുന്ന സത്യം തന്നെ. പക്ഷെ അതോടൊപ്പം ഈ രാജ്യത്തിലെ BJPയെ ഒറ്റപ്പെടുത്താൻ, BJPയെ താഴെയിറക്കാൻ രാഷ്ട്രീയപരമായി കോൺഗ്രസ് എന്ന പാർട്ടിയോട് സഹകരിക്കാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി തയ്യാറുണ്ടോ എന്നതാണ് ഏറ്റവും പ്രസക്തമായ ചോദ്യം. ഇനിയും തെരഞ്ഞെടുപ്പ് വരും. നിങ്ങൾ എന്ത് ചെയ്യും? നിങ്ങൾ കോൺഗ്രസിനും BJPനും ഒരുമിച്ച് എതിർക്കുമെന്ന് പറഞ്ഞു നടക്കും. അതുകൊണ്ട് എന്ത് കാര്യം? എല്ലാ പാർട്ടികളും തീരുമാനിക്കേണ്ടതാണ്.